നമ്മൾ വായിച്ചു കേട്ടതിനകത്ത് അവൻ രണ്ടാമത്തെ വാക്യം, പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം. എന്താണ്? പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. പകലിൽ നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ ആഴമായൊന്നും ചിന്തിക്കാൻ സമയമില്ല. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് പറയാനുമാണ് കർത്താവിനെ ആശ്രയിക്കുന്നത്. ദൈവം മുന്നറിഞ്ഞ ദൈവമാണ്. എന്നെയും നിങ്ങളെയും ദൈവസഭയും ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം മുന്നറിഞ്ഞ് വിളിച്ചതാണ്. ഹല്ലേലൂയ. നോക്കിയേ, പറയുകയാണ്, പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാനും. ഒന്ന്, ദൈവം നമ്മെ മുന്നറിഞ്ഞിരിക്കുകയാണ്. സഭയെ ദൈവം മുന്നറിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ് മുന്നറിഞ്ഞ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കണം. അടുത്തത് അനുസരണമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായിരിക്കണം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവത്തിന് നമ്മൾ സ്വന്തം വിലയേറിയവരാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം മുന്നറിഞ്ഞ് നമ്മെ ഭൂമിയിലേക്ക് തന്റെ പദ്ധതിക്ക് വേണ്ടി അയക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും മാതാപിതാക്കൾക്ക്, ഒരുപക്ഷെ നിങ്ങൾ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ട ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ സമൂഹം വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഉയർന്ന നിലവാരത്തിലോ അതിനകത്ത് താഴ്ന്ന നിലവാരത്തിലോ ആയിരിക്കാം ജനിക്കപ്പെട്ടത്. അതൊക്കെ ഈ മനുഷ്യനുണ്ടാക്കിയ കാര്യങ്ങളോ. പക്ഷേ ഇത് പകരം നാം തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഞാനും നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണമാണ്. ദൈവത്തിന് നമ്മുടെ മേൽ ഭയങ്കരമായ പദ്ധതിയുണ്ട്. ദൈവത്തിന് ഭയങ്കര സ്വപ്നമുണ്ട്. ഇന്ന് പകൽക്കാൻ അതുകൊണ്ടാണ് താൻ പറയുന്നത്, ആ മുന്നറിവിന് ഒത്തവണ്ണം ചലിച്ചു തുടങ്ങണം. ഞാനും നിങ്ങളോ മുന്നറിവ്, ദൈവം എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് എന്നെ നിങ്ങളെ അയച്ചോ അതിനനുസരിച്ച് ചലിക്കാൻ തുടങ്ങണം. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, വെറുതെ ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയച്ചതല്ല, മറിച്ച് എന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഇവനെ കൊണ്ട് ഞാനത് ചെയ്യും. മറ്റുള്ളവർ പരാജയപ്പെട്ടെടുത്ത്, അവനേക്കാൾ മിടുക്കന്മാർ പരാജയപ്പെട്ടെടുത്ത് ഞാൻ അവനെ കൊണ്ടത് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരെ പറ്റി ദൈവത്തിന് സ്വപ്നമുണ്ട്. അവനത് ചെയ്യും, അവനത് ചെയ്യും. അങ്ങനെ മുന്നറിഞ്ഞിട്ടാണ് ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയച്ചത്. നീ ജനിച്ച കുടുംബ വിഷയമല്ല, നിന്റെ സാമ്പത്തിക സ്ഥിതി വിഷയമല്ല. എന്ന് പകൽക്കാല വിഷയം നീ ജനിച്ചെന്നുള്ളതാ. ജനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വിഷയം, അവന് നിന്റെ മേൽ ഭയങ്കര പദ്ധതിയുണ്ട്. ഇത് പകരം തിരിച്ചറിഞ്ഞു തുടങ്ങട്ടെ. എന്റെ മേൽ ദൈവത്തിന് ഭയങ്കര സ്വപ്നമുണ്ട്. അത് എന്നിൽ കൂടെ മാത്രമേ നടക്കത്തുള്ളൂ. സ്വന്തം എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും നോക്കിയേ, എപ്പോഴും സ്വന്തം പദ്ധതിക്കെതിരെ പൈശാചിക വെല്ലുവിളി ഉണ്ടാകും. ഹല്ലേലൂയ. ഇരുട്ടിന്റെ രാജ്യം അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽക്കാലം നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന വിജയത്തിനകത്താണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനം ഇങ്ങനെ വായിക്കുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഹല്ലേലൂയ. നോക്കിയേ, ഇരുട്ട് നമ്മളിൽ വ്യാപരിക്കാതെ കൊണ്ട് ദൈവത്തിന്റെ വെളിച്ചം നമ്മെ മൂടുന്നതോർത്ത്, ദൈവത്തിന്റെ വെളിച്ചത്തിൽ നാം ആയിരിക്കുന്നതോർത്ത് ഒരു ആഭിചാരത്തിൽ നമ്മെ തൊടുവാൻ പറ്റത്തില്ല. ഒരു പൈശാചിക ശക്തിക്ക് നമ്മെ തൊടുവാൻ പറ്റത്തില്ല. ഒരു ഇരുളിന്റെ വ്യാപാരം നമ്മെ തൊടുവാൻ പറ്റത്തില്ല. കാരണം വചനം പറയുന്നു, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. ഇന്ന് പകൽക്കാല ദൈവമാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇരുട്ടിന് നമ്മെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് വെളിച്ചത്തിന്റെ ദൈവമായ പ്രകാശത്തെ വായിച്ചിരിക്കുന്നവർ നിന്റെ ലൈഫിന്റെ പ്രകാശപൂരിതമാക്കുക. ഇത് മകനെ സംസാരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിനകത്തുള്ള അവൻ വാഴുമെന്ന് പറയുന്ന നിന്റെ ശക്തികൾ തെളിയുമാകുക. അത്ഭുതമെന്ന് ശ്രദ്ധിക്കാതെ നിന്റെ കുടുംബജീവിതത്തെ വാഴുമെന്ന് പറയുന്ന, നിന്റെ ഫൈനാൻസിന്റെ വാഴുമെന്ന് പറയുന്ന, നിന്റെ ധനമായ വാഴുമെന്ന്
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. വെള്ളത്തിന്റെ മീതെ ഇരുട്ടുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. നോക്കിയേ, വെള്ളത്തിന്റെ മീതെ ഇരുട്ടുണ്ടായിരുന്നു. ചുറ്റും എങ്ങും കൂരിട്ടു മാത്രമാ. വെളിച്ചമെന്ന് പറയുന്നത് ഭൂമിയിലില്ല. കാരണം പിശാച് വെട്ടറ്റ് വീണപ്പോൾ ഒരു പ്രളയത്താൽ ഭൂമിയെ നശിപ്പിച്ച അനന്തരം സ്വന്തം വ്യാപരിച്ചത് ഇരുളിന്റെ വ്യാപാരമാണ്. ഇരുട്ടിന്റെ സ്വന്തം ആധിപത്യമായിരുന്നാൽ ആ ഇരുട്ടിനെ നോക്കിക്കൊണ്ട് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ. അടുത്തൊരു ദൈവപ്രവർത്തിക്കാൻ, അടുത്തൊരു പുനഃക്രമീകരണത്തിനാൽ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ട് പാഴായി പോയ പാർപ്പിന് വേണ്ടി സൃഷ്ടിച്ച ജനം ആവസിക്കുവാൻ വേണ്ടി, ജനം വാഴുവാൻ വേണ്ടി സൃഷ്ടിച്ച ഭൂമി പാഴായി പോയപ്പോ, അത് ഇരുട്ടായി പോയപ്പോ, അടുത്തൊരു ക്രമീകരണത്തിന് വേണ്ടി തമ്പുരാൻ പ്ലാൻ ചെയ്തപ്പോ തമ്പുരാൻ ഇറങ്ങി വന്ന് ആദ്യം കൽപ്പിച്ചത് എന്താണെന്നറിയാമോ? ഇരുട്ടിനെ നോക്കി കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. പകൽക്കാലം നിന്റെ കുടുംബത്തെ നോക്കി തമ്പുരാൻ കൽപ്പിക്കുക. ആ സകല ഇരുട്ടുകളോ വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. വെളിപ്പെട്ടുള്ള ഭൗമിക ഭൂതന് ഇരുവായി കലർന്ന വാഴാവുന്ന വചനത്തെ സ്വീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്തുള്ള, നിന്റെ ബിസിനസ്സിനകത്തുള്ള നാടുകളെ വാടുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് പകല് ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തോട് ആത്മീയ ശുശ്രൂഷിക്കുക. ആത്മീയ ശുശ്രൂഷിക്കുക. ഈ ആൾക്കാട് വേണ്ടി കൈയടിക്കുക. ഈ വിജയത്തിന് വേണ്ടി ദൂതനെ സ്വീകരിച്ച് ശരീരം വിട്ടുകൊടുത്ത്, ശരീരം വിട്ടുകൊടുത്ത് അല്പസമയത്തിൽ ആരാധിച്ചത് സഹോദരങ്ങളെ ചടങ്ങിനുവേണ്ടി നിങ്ങൾ കൈവരിക്കണ്ട. പകൽക്കാല വിശ്വാസത്തോടെ തമിഴന്റെ കുടുംബത്തോട് കൽപ്പിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്നെ ഓടിക്കുമ്പോൾ, ദൈവത്തിന് പകരക്കാലത്തിന് വേണ്ടി നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ, സാമ്പത്തിക ആഗ്രഹിക്കുന്നവരെ പ്ലാൻ ചെയ്യുമ്പോൾ, അടുത്തൊരു ജനറേഷന്റെ കരങ്ങളിൽ തരാൻ തമ്പുരാൻ കോരിക്കുമ്പോൾ, ആത്മീയമായി ഭൗതികമായും തമ്പുരാൻ ആദ്യം ചെയ്യുന്നത് ഇരട്ടിനൊരു മൂലക്കത്ത് മാത്രം നിന്റെ ഭവനത്തിനകത്തുനിന്ന് പുറത്താക്കി യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇരുട്ടിന്റെ സകല വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ സമയം കുടുംബങ്ങളാവിട്ട് ആയിരുന്നു മാറുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഭ കൽപ്പിക്കുക. ഇതുവരെ വെളിച്ചമില്ലാത്ത മേഖലയ്ക്കകത്ത് ആ വെളിച്ചം വ്യാപരികളെ. അടുത്തതായി തമ്പുരാൻ അതിനെ മനോഹരമാക്കുന്നതിന് മുമ്പ് അതിനെ വാണുകൊണ്ടിരുന്ന ഇരുട്ടിനെ മാറ്റിയതുപോലെ പകൽക്കാലം എല്ലാവരോടും തോന്നുന്നു ഞാൻ പറയുന്നില്ല. വിശ്വസിക്കുന്നവരോടുള്ള നാളുകളെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, പ്രാർത്ഥനയെ തടഞ്ഞുകൊണ്ടിരുന്ന ഇവരുടെ വ്യാപാരത്തെ നോക്കി തമ്പുരാൻ കൽപ്പിക്കുക. വഴിമാറുക, വഴിമാറുക. വെളിച്ചത്തിന്റെ സമയമായി, ഇവൻ സൂര്യനെ പോലെ ശോഭിക്കുന്ന സമയമായി. നിന്റെ കാലം കഴിഞ്ഞു, നിന്റെ കാലം കഴിഞ്ഞു, നിന്റെ ദുഃഖകാലം കഴിഞ്ഞു, നിന്റെ ദുഃഖകാലം കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ നിന്നെ വെള്ളാതെ നെരുക്കിക്കൊണ്ടില്ല, നിന്നെ വെള്ളാതെ നെരുക്കിക്കൊണ്ടില്ല. സ്വീകരിച്ച സ്വീകരിച്ച ആ വലിയ പ്രവർത്തിയെ ദൈവത്തിന്റെ വിടുതനെ സ്വീകരിക്കാതെ നമ്മൾ വചനത്താല വെട്ടുന്നത്. വചനത്താല ജീവികളുടെ വചനം വിശ്വസിക്കുന്നവരുടെ കുടുംബത്തിനെ ക്രിയേറ്റില്ല. നിന്നോടൊപ്പം പ്രവചിക്കുന്ന പ്രവാചകന്റെ പ്രവചനത്തെ ചെന്നിരിക്കാം, അവൻ വ്യാഖ്യാനിക്കുന്നത് ചെന്നിരിക്കാം. അത് കേൾക്കുമ്പോൾ നമുക്കൊരു കുളിരുണ്ടാകും. പക്ഷേ വചന ശുശ്രൂഷയുടെ പ്രത്യേകത അതിന്റെ ക്രിയ ചെയ്യാതെ അത് മടങ്ങി വരുന്നില്ല. അവൻ അതിനെ തൊടുവാനോ തടയുവാനോ ഒരു ശക്തിക്ക് പറ്റത്തില്ല.
അസാധാരണ വിളിയുള്ളവൻ, ദൈവത്തിന്റെ അസാധാരണ പദ്ധതിയുള്ളവനെ എങ്ങനെ ഒതുക്കണമെന്ന് പൈശാചിക മേഖലകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന് പകല് വിശ്വസിച്ചോ, അവൻ അധിക നാൾ നിന്റെ മേൽ വാഴുവാൻ പറ്റത്തില്ല. അവൻ അധിക നാൾ നിന്റെ മേൽ വാഴുവാൻ പറ്റത്തില്ല, നിന്നെ ഒതുക്കുവാൻ പറ്റത്തില്ല. വിശ്വസിച്ചോ, നിന്നെ മൂടി വെക്കുവാൻ പറ്റത്തില്ല. അവന്റെ ഇരുട്ടുകൊണ്ട് നിന്നെ മൂടുവാൻ പറ്റത്തില്ല. ഓ, ഇതൊരു വെളിച്ചം, ഇരുട്ടൊട്ടുമില്ലാത്ത വെളിച്ചം, അവൻ ഇരുട്ടിനെ മൂടാൻ പറ്റാത്ത വെളിച്ചം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ വെളിച്ചത്തെ അവൻ വലിയൊരു ഇരുട്ടിനെ മൂടാൻ പറ്റും. അവൻ സൂര്യനെ അവൻ മൂടുന്ന ചന്ദ്രൻ വെളിപ്പെടാറുണ്ട്, കാർമേഘങ്ങളുണ്ട്. പക്ഷേ വചനം പറയുന്നു, യോഗന്നാന്റെ സുവിശേഷത്തിനകത്ത് അവന് ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത ഇരുളിന് പിടിക്കാൻ പറ്റത്തില്ല എന്ന് പകരം നിന്റെ കുടുംബത്തിനകത്ത് ഈ വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങിയ ഇരുളിന് പിന്നെ തൊടാൻ പറ്റത്തില്ല, അവിടെ വാഴുവാൻ പറ്റത്തില്ല. ഇന്ന് പകരം വചനത്താല വിജയം, ഇന്ന് പകരം വചനത്താല വിജയം, ഇന്ന് പകരം വചനത്താല വിശ്വസിക്കുന്നവർ ഇരുളിനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല, ഇരുളിനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. ഒരു കടവിനകത്ത് തുറക്കാനുണ്ട്. ആത്മാവ് നിർവഹിക്കപ്പെടാതെ, ആത്മാവ് നിർവഹിക്കപ്പെട്ട ആത്മസഭ ആരാധിക്കുന്നത് വ്യക്തിപരമായ ദൈവികമായ ബന്ധത്തിനകത്ത് നോക്കിയേ, ഇവിടുന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവില്ല. ഇതിനകത്തൊരു മനുഷ്യനും കാര്യമില്ല. ആവേശത്തിന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവാണ് നമ്മെ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് തോന്നുന്നു വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ പ്രവൃത്തികൾ അവൻ നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. അവൻ സഹോദരങ്ങളെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അവയെ സ്വപ്നവേശകത്താവി ഭൂമിയിൽ വന്നപ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകിയാൽ എന്റെ ദുഃഖം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. എന്താണ്? ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകിയാൽ. ഞാൻ ഇവിടുത്തെ ശുശ്രൂഷകന്മാരോട് പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും പറയുന്നു, നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, കർത്താവേ ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനായി തീരട്ടെ. കാരണം ഒറ്റൊന്നുമല്ല, അവൻ ദൈവത്തിന് നമ്മുടെ ഒരു വിളി വലിയതാണ്. ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വഹിച്ച ജഡത്തിൽ അവനുള്ള യേശുകർത്താവ് ഇതിനകത്ത് ചരിച്ചത്. ഹാലലിയ. താഴ്മയും സൗമ്യതയ്ക്കകത്ത് അവൻ എന്റെ മുഖം അവൻ സ്വന്തം ലഘുവ, എന്റെ മുഖം നതുവ. ഹാലലിയ. അവൻ ഇന്ന് പകൽക്കാലം സഹോദരങ്ങളെ പറന്നുകയാണ് ഒത്തിരി ഉണ്ട് ആത്മാവിൽ. അതുകൊണ്ട് ഇന്ന് പകലിൽ പറയുകയാണ്, അവൻ സ്വന്തം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവേ എനിക്കത് വേണം. ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകിയ എന്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പണർന്നിച്ചത്. കർത്താവേ ഞങ്ങളുടെ മകനാണ്, അത് ഞാൻ അവകാശിക. എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന താഴ്മയല്ല, ആത്മാവിൽ താഴ്മ ഉണ്ടാകട്ടെ, അങ്ങനെ ഭാവമാകുന്ന താഴ്മ ഉണ്ടാകട്ടെ, അങ്ങനെ താഴ്മയുടെ സൗമ്യത ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് തുടങ്ങട്ടെ. കാരണം വിളി വലിയതാ, വിളി വലിയതാ. ഉയരത്തിലേക്ക് താഴെ വീഴുവാനാണ് നമ്മളെ വിളിച്ചത്. അവൻ ഇവിടെ തന്നെ വെട്ട് കണ്ണിന് അവൻ വെട്ട് ഉരി വെച്ച് തന്നെ പണിത് നമ്മളെ പൊക്കുവാൻ ആഗ്രഹിക്കുക എന്ന് പകൽക്കല സാഗല അവൻ സ്വന്തം മനോഭാവങ്ങൾ നമ്മുടെ അകത്തുനിന്ന് അഴിഞ്ഞുമാറട്ടെ. അഴിയട്ടെ. ഇത് പകൽക്കല താഴ്മ നമ്മുടെ അകത്ത് വെളിപ്പെടട്ടെ. എത്ര ഭയങ്കര ശുശ്രൂഷ ഉണ്ടായാലും നമ്മളുടെ വിളി വരുന്ന വിളി വരുന്ന അവൻ വിളി വരുന്ന അവൻ ചുമ്മാ പറയുന്നതല്ല. അവൻ പക്ഷേ തമ്പുരാന്റെ ഹൃദയമായി ചിന്തിക്കുന്ന അവൻ തലമുറയ അവൻ ഒന്നും നമ്മെ ഭാരമായി താരോട്ട് വലിക്കരുത്. അവൻ ആത്മാവിൽ പറന്ന് നടക്കുക. അവൻ തമ്പുരൻ അതുപോലെ കൊതിക്കുക. അവൻ ദിവസങ്ങളിൽ അവൻ സഹോദരിമാരെ വിളിച്ചു മുട്ടുമടക്കി കണ്ണുകളോട് പ്രാർത്ഥിക്കട്ടെ. അവൻ എനിക്ക് താഴ്മ വേണം, എനിക്ക് സൗമ്യത വേണം. അവൻ ഇത് പകരക്കാലം ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. അവൻ മുന്നറിവ്
മഹത്വം ഭയങ്കരമാണ്. ദൈവത്തിന് നമ്മുടെ മുന്നറിവ് ഭയങ്കരമാണ്. പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ട്. ഹല്ലേലൂയ. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ ദൈവത്തിനായിരിക്കട്ടെ. ഓക്കെ, പഴയ നിയമത്തിനകത്തായാലും പുതിയ നിയമത്തിനകത്തായാലും ദൈവം ഒരുവനെ അവൻ മുൻനിർണയത്തോടെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവർത്തീകരിച്ചിരിക്കണം. അവൻ ഹല്ലേലൂയ. ഈ പുതിയ നിയമത്തിനകത്തൊരു വാക്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ വായിച്ച വാക്യം ഹല്ലേലൂയ, അനുസരണമുള്ളവരാകണം. ഹല്ലേലൂയ. എന്തിനാ? ആ മുൻനിർണയത്തിനൊത്തവണ്ണം ഹല്ലേലൂയ ഞാനും നിങ്ങളും അനുസരണയുള്ളവരായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് അവൻ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഒരു കുഞ്ഞിനെ പോലെ അവൻ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയിത്തീരി അപ്പനെ അനുസരിക്കുന്ന, അപ്പന്റെ ഹിതമനുസരിച്ച് ചലിക്കുന്ന അവൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിനകത്ത് ഭയങ്കര ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുക. എത്രകൾക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഏതൊക്കെ മേഖലയ്ക്ക് തമ്പുരാൻ കുടുക്കുവൻ, ദൈവം പിശാച് കുടുക്കുവാൻ വെച്ചിരുന്ന പദ്ധതികളെ തമ്പുരാൻ പൊളിച്ചുകൊണ്ടിരിക്കുക. അവൻ സ്വർഗം അതിനെ പൊളിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ഫ്രീഡം ചില ലൈഫിനകത്ത് ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അവൻ ദൈവത്തിന്റെ കരം അതിനാൽ ചലിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. പഴയ നിയമത്തിനകത്ത് നമുക്കറിയാം മോശെ എന്ന മനുഷ്യനെ വലിയ സമൂഹത്തെ രക്ഷയിലേക്ക് അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തൊരു മനുഷ്യനാണ്. മോശയുടെ ജനനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ജനം മിസ്രൈമിൽ കേവലം 70 പേരായി പോയ ജനം മിസ്രൈമിൽ വർദ്ധിച്ചും പെരുകുവാനായിട്ടിടയായി. ഈ ജനത്തിന്റെ പെരുപ്പം കണ്ടിട്ട് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ച്, എന്താണ്? ഇവരെ മനഃപൂർവ്വമായി ദ്രോഹിക്കണം. ഇവരുടെ ജോലി മേഖലയ്ക്കകത്ത് ശക്തമായ കാഠിന്യം കൊണ്ടുവരണം. എന്തിനാ? ഇവരെ ക്ഷയിപ്പിക്കണം. ഇവന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കണം. ഇവന്റെ കായിക ബലത്തെ ക്ഷയിപ്പിക്കണം. ഇവനെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള വളരെ തന്ത്രപരമായ തന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ജനത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നാം പ്രകാരം വർണ്ണിക്കുന്നു, ജനത്തെ പീഡിപ്പിക്കുന്നതോ ജനം വർദ്ധിച്ചു വന്നു, ജനം പെരുകിക്കൊണ്ടിരിക്കുന്നു. അവൻ വാഗ്ദത്തമുള്ളവനെ ഒതുക്കുവാൻ ഒരു രാജാവിനും പറ്റത്തില്ല, ഒരു തന്ത്രത്തിനും പറ്റത്തില്ല. ഇന്ന് പകരം തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ എത്ര തന്ത്രം ഉപയോഗിച്ചാലും, അവൻ എത്ര ശക്തന്മാരെ നിന്റെ മേലാക്കി വെച്ചാലും, പ്രതിസന്ധിക്കകത്ത് അവൻ വാഗ്ദത്തമുള്ളവൻ പെരുകിക്കൊണ്ടിരിക്കും, വാഗ്ദത്തമുള്ളവൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം ദൈവത്തിന്റെ മുന്നറിവ്. അടുത്തത് എന്തൊക്കെ ചെയ്തിട്ടും ക്ഷയിക്കാതിരിക്കുമ്പോൾ അവൻ അടുത്തൊരു തീരുമാനമെടുത്തു. അതുപോലെ എന്താണ്? ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ പ്രസവശൈലിയിൽ, അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടുമ്പോൾ തന്നെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ പ്രസവമെടുക്കുന്ന സ്ത്രീകളെ കൽപ്പിച്ചാക്കി. പക്ഷേ അവർ ദൈവത്തിന് ഭയപ്പെട്ടു. സ്വന്തം കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതിരുന്നു. ജനം വല്ലാതെ പെരുകുവാനായിട്ടിടയായി. സ്വന്തം ഭഗവാന്റെ കൈവിട്ടു പോകത്തക്ക നിലവാരത്തിൽ ജനം പെരുകുവാനായിട്ടിടയായി. ഈ പെരുപ്പത്തെ പറ്റി അപ്പോസ്തല പ്രവർത്തിക്കകത്ത് സ്തെഫാനോസ് ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത സമയമായപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ച് പെരുകി. ഹല്ലേലൂയ. നോക്കിയ ശ്രദ്ധിക്കണം, അതിനകത്ത് ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത സമയമായപ്പോൾ, ആ കാല സമ്പൂർണ്ണത വന്നപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ച് പെരുകി. ഹല്ലേലൂയ. നോക്കി, വാഗ്ദത്തം കേട്ട ജനമാണ്, പക്ഷെ അടിമത്തത്തിനകത്താണ്. നാളുകളായി അവൻ അടിമത്തത്തിനകത്ത് കിടക്കുക. അവൻ ഈ ദൈവശബ്ദം കേട്ടവർ പരസ്പരം സംസാരിച്ചു കാണോ, നമ്മൾ വർദ്ധിക്കും. അബ്രഹാമിന്റെ വാഗ്ദത്തം നമ്മൾ കടൽക്കരയിലെ മണൽത്തരി പോലെ ആയിത്തീരും. അബ്രഹാമിന്റെ വാഗ്ദത്തം നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആയിത്തീരും. പക്ഷെ ഇപ്പോഴെവിടെ അടിമത്തത്തിനകത്ത് വർധനവില്ലാതിരിക്കുക. സംസാരിക്കുന്നുണ്ട്. നമ്മൾ കേട്ട ദൂതെന്താണ്? നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. കടൽ തരി
പക്ഷേ അവൻ ദൈവം പറഞ്ഞ ടൈമായപ്പോ പ്രതിസന്ധികളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ ജനം വർദ്ധിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ജനമേ വാഗ്ദത്തം കേട്ടിട്ടോ ചലനമില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? അവ ഇന്നും പകരം വിളിച്ചു പറയുന്നു, നിന്റെ ടൈമായി, വാഗ്ദത്തമിന്റെ ടൈമായി, സഭയുടെ വാഗ്ദത്തമിന്റെ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി തുടങ്ങിയാട്ടെ. നാളുകളെ ഭൂമി കേൾക്കുക, നാളുകളെ ആലോചന കേൾക്കുക. അവൻ ദൈവം നേരിട്ട് വന്നത് ദൂര, അവൻ പക്ഷെ ചലനമില്ല. പക്ഷെ ദൈവം അത് ടൈമായപ്പോ ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാദിവസം. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ നിന്റെ വാഗ്ദത്തമിന്റെ ടൈമായി, സഭയുടെ വാഗ്ദത്തമിന്റെ ടൈമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സാഹചര്യമില്ലാത്തവർക്ക് വാഗ്ദത്തം ജനത്തെ വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. ഓക്കേ, ചിലപ്പോൾ 200 വർഷമോ 300 വർഷമായി ഇപ്പൊ ചലനമായി കാണത്തില്ല. 400 അടുത്തപ്പോ ജനം പെരുകാൻ തുടങ്ങി. അതൊരു സൂപ്പർ നാച്ചുറൽ വർദ്ധനമായി. സഭയോടുള്ള അവൻ വാഗ്ദത്തം വിളിച്ചു പറഞ്ഞ പരിഹരിച്ചവരുണ്ടായിരുന്നു, അവൻ വിശ്വാസം വിളിച്ചു പറഞ്ഞപ്പോ നിന്ദിച്ചവരുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ടൈമിനകത്ത്, ദൈവത്തിന്റെ സമയത്തിനകത്ത് അവൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിലുള്ള വർദ്ധനവിലേക്ക് സഭ വിശ്വസിക്കുന്ന കാര്യങ്ങളെ അടിച്ച് ഒരു ഭാവമാണ് ശ്രദ്ധിക്കും. ഓടിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ സഭ വരുവാൻ പോകുകയോ, നിന്റെ കുടുംബത്തിന്റെ ബിസിനസ്, നിന്റെ ശുശ്രൂഷ വർദ്ധിക്കാൻ പോകുകയോ. ആ ഒരു ടൈമിലാണ് അടുത്തൊരു കൽപ്പന പ്രയോഗിച്ചു. നീ ജനിക്കുന്ന തലമുറകളെ, ആൺകുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? നദിയിലിട്ട് പോകികളാണ്. അവയെ സ്വന്തം കൽപ്പന പ്രതികൂലമായി നിൽക്കുമ്പോൾ ഒരു ലേവിയെ കണ്ണിയെ പരിഗണിച്ചു. ഒരു തലമുറയുണ്ടായി. അവൻ അവയെ വെള്ളത്തിൽ മുക്കിക്കളയാതെ അവർക്ക് ആ തീരുമാനമെടുത്തു ഈ കുഞ്ഞിനെ സൂക്ഷിക്കുവാൻ. ശ്രദ്ധിച്ച്, ഈ അടിമത്തത്തിനകത്ത് കിടക്കുക. അവൻ അടിമയാണ്. അവൻ ഈ ലോകത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സാമ്രാജ്യമാണ്, ഏറ്റവും പ്രബലമായ ഒരു രാജ്യമാണ്. കായിക ബലം കൊണ്ടും സാംസ്കാരികമായും മന്ത്രവാദ ശക്തി കൊണ്ടും ഏറ്റവും ശക്തമായ ഒരു രാജ്യമാണ് ഈജിപ്ഷ്യൻ രാജ്യം. ഈ രാജ്യത്തിന്റെ രാജാവ് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. പക്ഷേ ഒരടിമ അവൻ സ്വന്തം അതിനെ ധിക്കരിക്കുക. എന്താ കാര്യം? ദൈവത്തിന്റെ മുൻനിർണയം. അവൻ സ്വന്തം പൈതന്റെയുള്ള ദൈവത്തിന്റെ മുൻനിർണയം അത് ചലിക്കാൻ തുടങ്ങി. അവൻ അപ്പനും അമ്മയെ അറിയാതെ അവന്റെ ഹൃദയത്തിനകത്തൊരു താല്പര്യം, ഇതിനെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. ഇവന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇവനെ തമ്പുരാൻ കണ്ടതാ. ഇന്ന് പകൽക്കാലത്ത് നശിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്വന്തം കഴിയുന്നു. സകലം പ്രതികൂലമായിരിക്കുക. രാജാവിന്റെ വീശുന്ന വാളിന്റെ മൂർച്ചകളൊക്കെ അറിയാം, അവന്റെ ഭാരമൊക്കെ അറിയാം, അവന്റെ അധികാരം അറിയാം. പക്ഷേ അതിനൊക്കെ അതിജീവിക്കുന്ന ധൈര്യമകത്ത്, അതിനൊക്കെ നിഷ്ഫലമാക്കുന്ന ധൈര്യമകത്ത് എന്താണെന്നറിയാമോ? ജനിച്ചു വീണത് ദൈവം മുൻനിർണയിച്ച അവൻ ലോകത്തിൽ ഏറ്റവും ശക്തനായ ഒരു ലീഡറാണ് അവന്റെ കുടുംബത്തിനകത്ത് ജനിച്ചത്. ഇന്ന് ഭഗത്താൻ ഇതിനകത്തുനിന്ന് ചിലത് രാജ്യങ്ങളെ ചലിപ്പിക്കുന്നത് മനസ്സിലാകാം. സാഹചര്യമൊക്കെ അനുകൂലമല്ലായിരുന്നു. പക്ഷെ ഇതിന്റെ തലമുറ പഠിച്ചില്ലേ? ഫീസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടില്ലേ? സ്വന്തം നിനക്ക് ജോലി കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടില്ലേ? പല കാര്യങ്ങളും പ്രതികൂല സാഹചര്യത്തിനകത്ത് ലഭിക്കുമോ എന്ന് നിനക്ക് സാധ്യതയില്ലാത്തടത്ത് തമ്പുരാനത് ചെയ്തുവെങ്കിൽ ഇന്ന് പകർന്ന് തിരിച്ചറിഞ്ഞു. നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ മുന്നറിവാണ്. നിന്റെ തലമുറ ദൈവത്തിന്റെ പദ്ധതി നിന്നെ ഒതുങ്ങിയ നിന്റെ തലമുറ ഒതുങ്ങുമെന്ന് വിചാരിച്ചേ. പക്ഷെ നിന്റെ തലമുറ
വിശ്വസിക്കുന്നവർക്കാൾ ഇനി ഓരോ വിഷയത്തിലും അവൻ ദൈവരായത്തിന് കൊടുക്കുന്ന നിൽക്കുമെന്ന വിചാരം. പക്ഷേ അവന്റെ സ്വപ്നമല്ല. പക്ഷെ തമ്മിലാണ് ഇന്ന് അവന് ഭയ